അങ്ങനെ അള്ളാഹു അതിനെയാണ് അള്ളാഹു കാഫിറുകൾക്ക് നരകണ്ടെന്ന്. എന്റെ കാഫിർ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം നിഷേധിക്കുന്നവർ, തലച്ചോറുണ്ടായിട്ട് നിഷേധിച്ച ആളുകൾ. മുസ്ലിമീങ്ങളല്ലാത്തവരൊക്കെ നരകത്ത് കൂടുന്ന അങ്ങനെ പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങളല്ലാത്തവർ സത്യം അറിയാൻ അവസരമില്ലാതെ പോകുന്ന എത്രയോ ആളുകളുണ്ടാവും. അവസരമുണ്ടായിട്ട് നിഷേധിക്കുന്നവരെ കാഫിർ എന്ന് പറയും. കാഫിറിന് നരകം എന്നല്ല, മുസ്ലിം അല്ലാത്തവർക്കൊക്കെ നരകം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അവർക്ക് ദീൻ പഠിക്കാൻ അവസരം ഉണ്ടായിട്ട് അവർ ദീൻ പഠിക്കാതിരുന്നതാണോ, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ട് സ്വീകരിക്കാതിരുന്നതാണോ, എങ്കിൽ അവരുടെ പേര് കാഫിർ, ദൈവനിഷേധി എന്നാണ്. ദൈവനിഷേധം എന്നത് മുമ്പിൽ പ്രൂഫ് കിട്ടുമ്പോഴാണ് നിഷേധിക്കാൻ പറ്റുള്ളൂ. പ്രൂഫ് തന്നെ കിട്ടിയിട്ടില്ല എന്തെങ്കിലും നിഷേധിക്കാൻ, അപ്പൊ അവരെ നിഷേധി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ നിഷേധികൾക്ക് നരകമാണ് അല്ലേ ഖുർആൻ പറഞ്ഞത്. എന്ത് കുഴപ്പമുള്ളത്? ദൈവനിഷേധികൾക്ക് നരകമാണ്. തലച്ചോറും ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടായിട്ട് അവർ ചെയ്തില്ലല്ലോ എന്നുള്ള നമ്മൾ ചോദിക്കും. അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.